ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നമ്മളുടെ ഈ ഒരു സീസണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല ചൂട് സീസണിൽ ഷമാം നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷമാം കൊണ്ടിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള ഒരു ഷമാമാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ തന്നെ പഴുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഉള്ളിലെ ഫുള്ള് കുരുവും അതുപോലെ ചെറിയൊരു നാര് പോലെ ഇതുണ്ടാവും. അതും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ പുറമേ ഉള്ള തൊലി നന്നായിട്ട് തന്നെ ചെത്തിക്കളയണം. ഒറ്റ കുരു പോലും അതിൽ ബാക്കി അവശേഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ തൊലി നമ്മൾ കളയുമ്പോൾ ഒരു ചെറിയൊരു ഗ്രീനിഷ് കളർ പോലെ ഉണ്ടാവും. അതും ഒട്ടും അതിൽ നിൽക്കാതെ തന്നെ ചെത്തിക്കളയുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞ് വെക്കുക. അപ്പോൾ നമ്മൾക്ക് വൈകുന്നേരം ജ്യൂസ് അടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് കിട്ടാനൊക്കെ ഒന്നുകൂടെ നല്ലൊരു എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജ്യൂസർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം നമ്മളിവിടെ ചേർക്കണത് തണുത്ത പാലാണ് കേട്ടോ. പിന്നെ ഇത് അരഞ്ഞു കിട്ടാനുള്ള എളുപ്പത്തിന് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് വെറുതെ ഒന്ന് റഫായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം പാല് ചേർത്താലും മതിയാവും. ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയ്ക്കാണ് ചേർക്കുന്നത്. പിന്നെ ഒരു എസൻസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസ് ചേർക്കുമ്പോൾ വെള്ള കളറിൽ ചേർക്കരുത്, ഇതുപോലുള്ള ആ ഒരു ബ്രൗൺ കളറിലെ എസൻസ് വേണം ചേർക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ തണുത്ത പാലാണ്. ഇതിപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് പിന്നെ വെള്ളം ഒഴിച്ചാൽ മതിയാവും ആ ഒരു തിക്നെസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനതിലേക്ക് 1/2 കപ്പ് അളവിൽ പാലൊഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം, അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണെന്ന് വെച്ചാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് ആയിരുന്നു. ഇപ്പോൾ എസൻസ് ഒഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ബട്ടർ സ്കോച്ച് എസൻസ് ഒഴിച്ചാലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഐസ്ക്രീം അങ്ങനെ ചേർത്തുകൊണ്ട് ഞാൻ എസൻസ് വാനിലയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. ഇനി നമ്മളിത് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സാണ് ഇടുന്നത്. അപ്പോൾ ആ ഒരു തിക്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ആ കറക്റ്റ് തണുപ്പായിട്ട് വരുമ്പോൾ ആ ഒരു തിക്നെസ്സൊക്കെ കറക്റ്റ് ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷമാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് ഞാൻ 2-3 ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കസേഴ്സൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ പുറമേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും ഒരു ഭംഗിയായിരിക്കും. കുടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ചൂടുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ